അപ്പോൾ ഈ പായസങ്ങളിൽ കേമൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നോ, പൊന്നിറക്ക ഓണത്തിനൊക്കെ ചക്കക്കുരിയൊക്കെ നിന്ന ഊപ്പാട് വരുന്നില്ല. കറക്റ്റ്. അപ്പോൾ പാലട പായസമാണ് ഈ പായസങ്ങളിൽ കേമൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിൻ്റെ മിക്സ് മേടിച്ചിട്ട് വീട്ടിലുണ്ടാക്കാറാണ് പതിവ്. പക്ഷേ നമ്മളിന്ന് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പാലടയ്ക്കുള്ള അട നമ്മൾ തന്നെ ഉണ്ടാക്കി അത് വെച്ചിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഏലയ്ക്ക പൊടിച്ചത്, വെളിച്ചെണ്ണ, 400 ഗ്രാം പഞ്ചസാര, പച്ചരി പൊടിച്ചതാണ് 200 ഗ്രാം പച്ചരി പൊടിച്ചത്, നേർമയിൽ പൊടിച്ചതാണ് 2 ലിറ്റർ പാല്. അപ്പോൾ പാലടയ്ക്കുള്ള അട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അട ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഉരുളിയിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ. വെള്ളം ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം, ചപ്പാത്തി മാവിൻ്റെ പരുവം. അപ്പോൾ അട ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വാഴയിലയുടെ പുറകു ഭാഗമാണ് എടുക്കാനുള്ളത്. ഇതിനകത്താണ് നമുക്ക് പരത്തി കൊടുക്കാനുള്ള മാവ്. ഇതൊന്ന് പരത്തി കൊടുക്കാം മാവ്. അപ്പോൾ ഈ പുറകു ഭാഗം എടുത്തതെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നമുക്ക് ഇളകി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. ഈർക്കിൽ വെച്ച് വേണോ എന്ത് വെച്ച് വേണോ ഇതിന് വരയാം. ഇല കീറാൻ പാടില്ല. പിച്ചാത്തിയിട്ടൊന്നും മുറിക്കരുത്. ഉള്ളിയിലെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കാൻ തന്നെ ഇരിക്കണം. തിളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വണ്ടിയിൽ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇതിനകത്ത് തിളങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ വെള്ളത്തിലോട്ട് തന്നെ തട്ടിയിടാം. ഒന്ന് 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അപ്പം നമുക്കിതാ ഇതാണ് നമ്മളെ അട. ഈ പരുവത്തിൽ കിട്ടും. നമുക്കെടുക്കാം. ഇത് ഒരു വെള്ളം നിറച്ചൊരു പാത്രത്തിന് നമുക്ക് ഈ അട ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ചീത്തായി പോകും. അതുകൊണ്ടാണ് വലിപ്പം നമ്മളെ ഇഷ്ടമുള്ള രീതിയിലെടുക്കാം. ചെറിയ അട വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലെടുക്കാം. അപ്പോൾ നമ്മളെ അടയെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലാക്കാം. ഞാൻ ഒരു മീഡിയം വലുപ്പത്തിലാണ് ആക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊരു 7-8 വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അധികം തിരുമരുത്, ചെറുതായിട്ട് ഒന്ന് അതിൻ്റെ എണ്ണമയം കളയുന്നവർ ഒരു 7 വെള്ളത്തിൽ കഴുകിയെടുക്കണം. എന്നാലേ അതിൻ്റെ എണ്ണമയം പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം പാല് പുളിച്ച് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ 7 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കണം. ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പുളിച്ച് പോകാൻ സാധ്യത ഉണ്ടാകുകൊണ്ട് വെള്ളത്തിൽ തന്നെ കിടക്കണം.
അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ സാധ്യത നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആദ്യമേ. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം പാൽ. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് തിളച്ചാലേ പാകമാവത്തുള്ളൂ. അപ്പോൾ തിളയ്ക്കട്ടെ. അപ്പോൾ പാല് 20 മിനിറ്റ് തിളച്ച് വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഞാൻ 400 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. 500 വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. അപ്പോൾ പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അട ഇട്ട് കൊടുക്കാം. അട എടുത്തതിന് ശേഷം ഒന്ന് കൈ വെച്ചൊന്ന് പിഴണതിൻ്റെ വെള്ളമെല്ലാം കളയണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പം ഫുള്ളായിട്ട് ഇടേണ്ട അല്പം ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലട പ്രഥമൻ തിളച്ച് കുറുകിയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. പിന്നെ ഇതിനകത്ത് നെയ്യോ അണ്ടിപ്പരിപ്പോ മുന്തിരി ഒന്നും ചേർക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് അല്പം ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ശകലം മതി. അപ്പം നല്ല രീതിയിൽ മണം കിട്ടും അവസാനം ഇടാൻ. എൻ്റെ പൊന്നടവേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മാരക ടേസ്റ്റ്. നമ്മൾ മേടിക്കുന്ന ഈ മിക്സൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് മാറി നിന്ന് കളയും. അപ്പോൾ കുറച്ച് സമയമെടുക്കും, ഇച്ചിരി മെനക്കേടുമാണ്, അതെനിക്കറിയാം. പക്ഷേ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ പാലടയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. മിക്സൊന്നും ഇനി മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.